CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ നിർണായക നീക്കങ്ങൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് SFIO കുറ്റപത്രം വിശദമായി പഠിച്ച് നിർണായക വിവരങ്ങൾ കണ്ടെത്താനാണ് EDയുടെ ശ്രമം. കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടവരെ സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ ഈ രേഖകളിൽ നിന്ന് ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ലാൽകൃഷ്ണ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ലാൽകൃഷ്ണ, ഗുഡ് മോർണിംഗ്. എന്താണ് അടുത്ത നീക്കം EDയുടെ? ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകൾ ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയ ഒരു ഏജൻസി എന്ന് പറയുന്നത് SFIO ആണ്. അതുകൊണ്ട് തന്നെയാണ് SFIOയുടെ രേഖകൾ ആധികാരികമായി EDയെ തുണയ്ക്കും എന്ന പ്രതീക്ഷ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രധാന നീക്കത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീങ്ങിയത്. അത്തരത്തിൽ 134 രേഖകളാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുള്ളത്. ഇത് ഈ കേസിന്റെ കുറ്റപത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ രേഖകളിൽ നിന്ന് CMRLുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപാടുകൾ സംബന്ധിച്ച പ്രധാന വിവരങ്ങൾ ഉള്ളടക്കത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആ ഒരു അനുമാനത്തിന് പുറത്താണ് ആ രേഖ കൃത്യമായി പഠിച്ചുകൊണ്ട് തുടർന്നുള്ള ചോദ്യം ചെയ്യലുകൾക്ക് അതിനെ ആശ്രയിക്കാം എന്ന നിലപാടിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ നിന്നും മൊഴികളിൽ നിന്നും വ്യത്യസ്തമായി ആ കണ്ടെത്തലുകളിൽ ഉണ്ട് എങ്കിൽ അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പൂർണ്ണമായും തുണയ്ക്കുന്നതാകും എന്നുള്ളത് കൂടി അന്വേഷണ ഏജൻസി കണക്കുകൂട്ടുന്നുണ്ട്. വരുന്ന തിങ്കളാഴ്ചയാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയന്റെ മകൾ T. വീണയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ടാം ഘട്ടത്തിൽ കൂടി വിളിച്ചു വരുത്തുന്നത്. ഈ മൊഴിയെടുക്കൽ വളരെ നിർണായകമായിരിക്കണം എന്നുള്ള നിർബന്ധം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ട്. കാരണം ഏത് സേവനത്തിന് എന്ത് സേവനം നൽകിയതിന് പുറത്ത് എത്ര രൂപ പ്രതിഫലം എന്നീ കാര്യങ്ങളെല്ലാം നിർണായക വിവരങ്ങൾ തന്നെയാണ്. ആ വിവരങ്ങൾ ലഭിക്കുന്നതിന് സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് ഉതകുന്ന രേഖകളായിരിക്കും SFIOയുടെ കണ്ടെത്തലുകളിൽ ഉള്ളത് എന്നുള്ള ഒരു നിഗമനം അവർക്കുണ്ട്. അത് പഠിച്ച ശേഷം വിശദമായി പഠിച്ച ശേഷം കൂടുതൽ മൊഴിയെടുപ്പിലേക്ക് കടക്കാനാണ് നിലവിലെ തീരുമാനം. ഇതോടൊപ്പം തന്നെ CMRLന്റെയും CMRLന്റെ സഹോദര സ്ഥാപനമായ നിപുണയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുക്കലും ചോദ്യം ചെയ്യലും ഇപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടരുകയാണ്. ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.